ഇപ്പോഴും ഉണ്ടല്ലോ ഈ ജിന്ന് ഗായിബാണോ ഹാളിറാണോ എന്നുള്ള വിഷയത്തിൽ സത്യത്തിൽ അതിലൊരു ക്ലാരിറ്റി ഇവർക്ക് കിട്ടാത്തതാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിന്ന് ഗായിബാണെന്ന് പറയുമ്പോൾ ഇവർ ഞങ്ങളുടെ വിളി കേൾക്കുന്ന പരിധിയിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കണ ജിന്ന് ഈ കേൾക്കുന്ന പരിധിയിൽ നിൽക്കുന്ന ജിന്ന് ഹാളിർ, ഇത് ഹായിബാണെന്നുള്ളൊരു, ഇത് ഹായിബാണോ ഹാളിറാണോ ഇതൊന്ന് കൃത്യമായി കഴിഞ്ഞാൽ ഇവരുടെ വിഷയം കുറേയൊക്കെ ഒരു ക്ലാരിറ്റി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ തന്നെയാണ്. അതായത് ഈ മക്കൾക്ക് മുന്നിൽ നമ്മൾ വെക്കുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെ എല്ലാ സലഫി പണ്ഡിതന്മാരും അംഗീകരിച്ചൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ച കാര്യമുണ്ട്. മരിച്ചവരോടും ഗായിബീങ്ങളോടും സഹായം തേടുന്നത് ശിർക്കാണ്. ഇതെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അദ്ദേഹം പറയാണ്, ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നുകളോട് സഹായം തേടുന്നത് അനുവദനീയമല്ല. ലി അന്നഹും മിൻ ആലമിൽ ഗൈബ്, കാരണം അവർ ആലമുൽ ഗൈബിലുള്ളവരാണ്, ഗൈബിയായ പ്രപഞ്ചത്തിൽ, ഗൈബിയായ ലോകത്തുള്ളവരാണ്. ആലമിൻ ഗൈബിൻ അൻക, നിന്നെ തൊട്ട് ഗൈബിയായ മറഞ്ഞൊരു ലോകത്തുള്ളവരാണ്. ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ഗൈബി വലാ ബിൽ മയ്യത്ത്, മയ്യത്തിനോടും മരിച്ചവരോടും ഗായിബീങ്ങളോടുമുള്ള സഹായത്തേട്ട അനുവദനീയമല്ല. ഇന്നമൽ ഇസ്തിആനത്തു തകൂനു ബി ഹയ്യിൽ ഹാദിരി ഫീമ യഖ്ദിറു അലൈഹി, എന്നാൽ ജീവനുള്ള ഹാജറുള്ള മനുഷ്യരോട്, അല്ലെ ജീവനുള്ള ഹാജറുള്ളവരോട് എന്ത് ചെയ്യാം? ഇസ്തിആനത്ത് നടത്താം, സഹായം തേടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യരോട് സഹായം തേടാം, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ പരസ്പരം സഹായം തേടാം. മയ്യത്തിനോടും ഗായിബിനോടും ഉള്ള സഹായത്തേട്ടം അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ മരിച്ചവരോടുള്ള സഹായത്തേട്ടം എങ്ങനെയാണോ അത് ശിർക്കാവുന്നത്, അതുപോലെ തന്നെ ശിർക്കാവുന്ന മറ്റൊരു സഹായത്തേട്ടമാണ് ഗായിബീങ്ങളോടുള്ള, മറഞ്ഞവരോടുള്ള സഹായത്തേട്ടം. ഇതാണ് സകല സലഫി പണ്ഡിതന്മാരും ലോകം മുഴുവൻ പഠിപ്പിച്ച്. ഇപ്പോൾ പിന്നെ ലജ്ന ദായിമൻ്റെ ഒരു ഫത്വ, അതിൽ നമുക്ക് ഇതേ വാദം തന്നെ ലജ്ന ദായിമ അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ലജ്ന ദായിമ അത് വ്യക്തമാക്കണേ. അവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഷെയ്ഖ് ബിൻ ബാസ്, ബക്കർ അബു സയ്യിദ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, പിന്നെ ഷെയ്ഖ് ദിയാന്, ഷെയ്ഖ് ഹഫീഫി തുടങ്ങിയ വലിയ പണ്ഡിതന്മാർ അവർ പറയാണ്, ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ഗായിബീൻ, ഗായിബീങ്ങളോടും അതുപോലെ തന്നെ ജിന്നുകളോടും ഉള്ള സഹായത്തേട്ട അനുവദനീയമല്ല. ജിന്ന് ഗായിബീങ്ങളിൽ പെട്ടുകൊണ്ട് ജിന്നുകളോടും ഗായിബീങ്ങളോടുള്ള സഹായത്തേട്ട അനുവദനീയമല്ല. ലി അന്ന ഹാദാ മിൻ ശിർക്കി ബില്ലാഹി അസ്സ വജല്ല, അത് അള്ളാഹുവിൽ ശിർക്ക് വെക്കലാണ്. ലി അന്നൽ ഇസ്തിആനത ഇബാദത്തുൻ, കാരണം സഹായം തേടുക എന്നുള്ളത് ഇബാദത്താണ്, ആരാധനയാണ്. ലാ യജൂസു സർഫുഹ ലി ഗൈരില്ല, അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ പറ്റില്ല. ലാ മിനൽ ജിൻ, ജിന്നിനോട് പറ്റൂല. വലാ മിനൽ ഇൻസ്, മനുഷ്യനോടും പറ്റൂല. വലാ മിനൽ മലായിക, മലക്കുകളോടും പറ്റില്ല. വലാ ഗൈരിഹിം, മറ്റ് ഒരാളോടും പറ്റൂല. ഇല്ല മഅൽ ഹയ്യിൽ ഹാദിരി മിനൽ ഇൻസി ഫിമാ യഖ്ദിറു അലൈഹി, ജീവനുള്ള ഹാജറുള്ള മനുഷ്യനോട് അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം തേടുന്നതല്ലാത്ത ബാക്കി എല്ലാ സഹായത്തേട്ടവും ശിർക്കാണ് എന്നാണ് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. മാത്രമല്ല, ഈ കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? ഞങ്ങൾ പറയുന്ന ജിന്ന് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്ന്. അപ്പോൾ ഇവരുടെ ധാരണ ശബ്ദം കേൾക്കുന്ന പരിധിയിലൊരു ജിന്നുണ്ടെങ്കിൽ അത് ഗൈബല്ല എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് നമ്മുടെ ഇവിടെ സംവാദം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ചർച്ച നടന്നിരുന്നു. തൃശ്ശൂർ ജില്ലയിലത്തെ കയ്പമംഗലം ആദർശ ചർച്ച എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. അതിൽ ചർച്ച നടന്നപ്പോൾ പിന്നെ നാസർ ബുസ്താനി ഒരു പോസ്റ്റ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജിന്നുകളോടും മനുഷ്യരോടുള്ള സഹായത്തേട്ടം എങ്ങനെയാണ് വ്യതിരിക്തമാകുന്നത്. മനുഷ്യരോടുള്ള സഹായത്തേട്ടം അവർ ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോയവരാണ്, ജിന്നുകളായിട്ടുള്ളതോ അവർ ഗായിബീങ്ങളാണ് എന്ന് പറയുന്നൊരു ഇബ്നു ബാസിൻ്റെ ഫത്വ അടക്കുന്ന ഒരു പോസ്റ്റ് അദ്ദേഹം പോസ്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ വിസ്റ്റത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തകർ തിരിച്ചു ചോദിക്കുകയാണ്, ഞങ്ങൾ പറയുന്ന വിഷയമായിട്ട് ഇതിനൊരു ബന്ധമല്ല, ഇത് അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുന്ന ഫത്വമാണ്. എന്ത് ജിന്നോടുള്ള ശിർക്ക് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അഭൗതികമാണ്, ഇത് അഭൗതികമായ കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ഫത്വ കൊടുത്തിട്ട് കാര്യമില്ല. എത്ര സലഫി പണ്ഡിതൻ പറഞ്ഞു ഇത് ശബ്ദം കേൾക്കുന്ന പരിധിയുള്ള ജിന്നോടുള്ള ചോദ്യമല്ല, ഇത് അഭൗതികമായ കാര്യമാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഈ വിഷം ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ചോദിച്ചപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നത്, നമ്മുടെ തമ്മിൽ തർക്കമുള്ള വിഷയം ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള
എൻ്റെ കൂട്ടരെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഗായിബല്ലാണ്ടാവുക? ഹാളിറാവ് എങ്ങനെ? ഖുർആൻ എടുത്ത് പറഞ്ഞല്ലോ, അതാണ് അത്ഭുതം. പിന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ജിന്നിൽ പറഞ്ഞല്ലോ, ഇന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബി റിജാലും മിനൽ ജിൻ ഫസാദുഹും റഹഖ എന്ന് പറഞ്ഞല്ലോ. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് സഹായം തേടി ഫസാദുഹും റഹഖ, അത് അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അവിടെ ശബ്ദം കേട്ട ജിന്നുകളെ പറ്റിയിട്ടാണ് സംസാരം. മനുഷ്യരുടെ ആ ഇസ്തിആദത്ത് കേട്ട, അഭയത്തേട്ടം കേട്ട ജിന്നുകൾ ഫസാദുഹും റഹഖ, അത് കേട്ടപ്പോൾ അവർക്ക് ഗർവ് വർദ്ധിച്ചു, അഹങ്കാരം വർദ്ധിച്ചു. കേട്ടപ്പോഴാണ് അവർക്ക് വർദ്ധിച്ചതെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. അവരത് കേൾക്കുന്ന ശബ്ദപരിധിയിൽ അവരുണ്ടായിരുന്നു. എന്നിട്ടും ആ തേട്ടത്തെ ഗായിബീങ്ങളോടുള്ള തേട്ടായിട്ടാണ് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ സൃഷ്ടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന കാലം അത്രയും അവരെന്താണ്? ഗായിബാണ്. പഞ്ചേന്ദ്രിയത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഹുക്കുമാറിൻ്റെ പണ്ഡിതന്മാർ ഡിസ്കഷൻ നടത്തിയിട്ടുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ അവസ്ഥയിൽ ഇവ എന്താണ്? ഗായിബുകളാണ്. ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ ശബ്ദം കേൾക്കുന്ന തൊട്ടടുത്തൊരു ജിന്നോ ശൈത്താനോ ഉണ്ടെന്ന് വിചാരിക്കും. അതിൻ്റെ ഹുക്കും എന്താ? അതിൻ്റെ ഹുക്കും അവർ എന്താണ്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എത്ര അടുത്ത് വന്നാലും അവർ ഗായിബീങ്ങളാണ്. ഈ ഫത്വയിൽ ലജനദായിമിൻ്റെ ഫത്വയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അമ്മൽ ജിന്നു ഫഹുക്കും ഹാളിരിഹിം കഗായിബിഹിം. ജിന്നുകൾ ഹാജരായാലും അവയുടെ ഹുക്കുമ്, മതവിധി ഗായിബിൻ്റെ മതവിധിയാണ് മനുഷ്യനെ സംബന്ധിച്ച്. ലാ യജൂസുൽ ഇസ്തിആനതു ബിഹിം ഫീ ഷൈഇൻ മിനൽ അഷ്യാ, ഒരു കാര്യത്തിലും അവരോട് സഹായം തേടാൻ പാടില്ല. ലി ഖൗലില്ലാഹി അസ്സ വജല്ല, കാരണം അള്ളാഹുവിൻ്റെ ഖൗലുണ്ട്. ഏതാ ഖൗല്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന ഖൗലുള്ളത് കൊണ്ട് ഗായിബീങ്ങളായ ജിന്നുകളോട് സഹായം തേടുന്ന ശിർക്കാണ്. അവരിനി ഹാജറുണ്ടെങ്കിലും അവരുടെ ഹുക്കുമ് ഏതാണ്? ഈ പിന്നെ ഹാജറുണ്ടെങ്കിലും ഗായിബിൻ്റെ ഹുക്കുമാണ്. ഇത് കുട്ടികൾക്ക് മനസ്സിലാവണില്ല. ഈ കുട്ടികളുടെ മനസ്സിലെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ ഹാജറല്ല എന്നാണ്. എന്താ വിശുദ്ധ ഖുർആൻ? വിശുദ്ധ ഖുർആന് എതിരാണ് ആ പറഞ്ഞത്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൽ ഈ വിഭാഗത്തെ മൊത്തം പരിചയപ്പെടുത്തി. എന്താ? ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹും, അവനും അവൻ്റെ കൂട്ടരും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ യറൗനഹും, നിങ്ങളവരെ കാണാത്ത രൂപത്തിൽ. നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല, പക്ഷെ അവർക്ക് നിങ്ങളെ കാണാൻ പറ്റും. എന്നെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ജിന്നും മലക്കും ശൈത്താനും ഒക്കെ എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്. ഈ സൃഷ്ടി അങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്ത് വന്നാൽ എന്നെ കാണും, എന്നെ കേൾക്കും, എന്നെ അറിയും. പക്ഷേ എനിക്കവർ ഗായിബാണ്. ഇതിൻ്റെ വ്യത്യാസം ഇവർ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനി പറഞ്ഞു, ഇമാം റാസി ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞത്, യദുല്ലു അല അന്നൽ ഇൻസ് ലാ യറൗനൽ ജിൻ ലി ഖൗലഹു മിൻ ഹൈസു ലാ തറൗനഹും. അതായത് ഈ ആയത്ത് മനുഷ്യന് ജിന്നുകളെ കാണാൻ പറ്റൂല എന്നതിന് തെളിവാണ് എന്ന് ഇമാം റാസി പറഞ്ഞു. ജിന്നുകളെ കണ്ടു എന്ന് പറഞ്ഞാൽ, ഇമാം ഷാഫിഈ പറഞ്ഞു, ആരെങ്കിലും ജിന്നുകളെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ ഖാദിബാണ്, കള്ളനാണ്. കാരണം ഈ ആയത്തിനെതിരാണത്. പിന്നെ അതുപോലെ തന്നെ ഇബ്നു ഹസം വ്യക്തമായിട്ട് പറഞ്ഞു, ആരെങ്കിലും ജിന്നുകളെ കണ്ടുവെന്നോ കാണുന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പച്ചക്കള്ളം പറയുന്നവന്, കള്ളവൻ, അവനെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഈ ആയത്തിനെതിരാണെന്ന്. അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താ? ഈ വർഗം നമ്മളെ കാണും, നമ്മളെ കേൾക്കും. നമ്മൾ ഈ വർഗത്തെ കാണാനും കേൾക്കാനും പറ്റില്ല. അതാണ് നമ്മളെ സംബന്ധിച്ച് ഗായിബ്. ഇവർ നമ്മളെ സംബന്ധിച്ച് ഗായിബാകുന്നതുകൊണ്ട് നമുക്കിതിനെ കേൾക്കാനോ കാണാനോ അനുഭവിക്കാനോ തൊടാനോ സ്പർശിക്കാനോ ഒന്നിനും പറ്റില്ല. ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് നബിയോ അള്ളാഹും റസൂലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു സാധനത്തെ പറ്റി അള്ളാഹും റസൂലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് അന്ധവിശ്വാസമായിട്ട് നമ്മൾ തള്ളും. ഇത് അന്ധവിശ്വാസമായിട്ട് നമ്മൾ തള്ളാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹും റസൂൽ ഇങ്ങനെ ഒരു സൃഷ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാണ്ട് നമ്മളെ മേത്ത് ഇത് തൊട്ടപ്പോൾ നമുക്ക് മനസ്സിലായതല്ല, ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായതല്ല. ഇതിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? നമ്മൾ ആലമു ഷഹാദത്തിൽ ഇതിന് ഇവർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം, നമ്മുടെ ആക്സസ് എന്ന് പറഞ്ഞാൽ ആലമു ഷഹാദയിലാണ്, ദൃശ്യപ്രപഞ്ചത്തിലാണ്. ഇവരോ ആലമുൽ ഗൈബിലാണ്, വേറൊരു പ്രപഞ്ചത്തിലാണ്. ആ പ്രപഞ്ചത്തിൽ നിന്ന് ഇവർക്ക് നമ്മുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് വരുന്നതും നമ്മളെ വസ്വാസാക്കുന്നതും നമ്മളെ പ്രേരിപ്പിക്കുന്നതും തിന്മയിപ്പിക്കുന്നതും നമ്മളെ പല തെറ്റിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അത് ആക്സസ് കൊടുത്തിട്ടുള്ളതുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊരു ആക്സസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ പഴിപ്പിച്ചേനെ, അവിടെ പോയിട്ട് അവരെ പിടിച്ച് പഴിപ്പിച്ചേനെ. കാരണം കഴിയാത്തതുകൊണ്ടാണ്. അവിടെ ആക്സസ് ഇല്ല. ഈബാണ് മറച്ചു വെച്ചിരിക്കാനല്ല. അത് ആലമുൽ ഗൈബാണ്, ഇത് ആലമു ഷഹാദാണ്. എന്നിട്ട് ചോദിക്കാണ്, ഈ ആലമുൽ ഗൈബിലുള്ള സൃഷ്ടിനോട് ആലമു ഷഹാദയിലുള്ളൊരു സൃഷ്ടി സഹായം തേടുന്നതിന് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ, അത് മതിലിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കുന്ന പോലത്തെ ഒരു വിഷയമുള്ളോ, അയാളെ കാണുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞങ്ങോട്ട് കേൾക്കും, ഇത്ര ഉള്ള വ്യത്യാസം എന്ന് വിശ്വസിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ മക്കൾ
പിഴപ്പിച്ചതിൻ്റെ ഗൗരവത്തിലേക്ക് ആഴത്തിലേക്ക് അവരെ താഴ്ത്തി വിസ്റ്റം. അതുകൊണ്ടാണ് ചവിട്ടി കാല് വെച്ച് അമർത്തി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ തോന്നുന്നത്. ഇതേ മാനസികാവസ്ഥയിൽ ഇവർ വളരാണെങ്കിൽ ഉണ്ടല്ലോ, കുറേ കാലം കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരല്ലെങ്കിൽ ഇവരെ തലമുറ ശബ്ദം കേൾക്കുന്ന പരിധി ചോദിച്ചാൽ തന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കണ ലാ ബഅസ ബിഹ എന്ന് പറഞ്ഞ ആ ഫത്വ എടുത്തുണ്ടെന്നിട്ട് ആ ഉസൂലുകളൊക്കെ എടുത്തുണ്ടെന്നിട്ട് മഖ്ലൂക്കിനോടുള്ള ഇത് ലാ ബഅസ ബിഹ എന്ന് പറഞ്ഞിട്ട് ഫലാ ബഅസ ബിഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു ജനറേഷൻ നെക്സ്റ്റ് വരും. ഇനി ഇവർ വന്നെന്നല്ല പറഞ്ഞത്, ഇനി ഇവർ വരാണ്ടിരുന്നിട്ട് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. കാരണം ഇവരെ മനസ്സിൽ കടന്നിട്ടുള്ള വിശ്വാസം അനുസരിച്ച് നോക്കിയാൽ എന്താണ്, അള്ളാഹ് ശിർക്കാക്കിയ ഒരു കാര്യം ശിർക്കല്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ടൈം ഉപയോഗിക്കുന്നു, സംഘടനാശേഷി ഉപയോഗിക്കുന്നു, പണം ഉപയോഗിക്കുന്നു, അറിവ് ഉപയോഗിക്കുന്നു, കഴിവ് ഉപയോഗിക്കുന്നു. എന്തിനാണ്? അള്ളാഹ് ശിർക്കാക്കിയ ഒരു കാര്യം ശിർക്കല്ല എന്ന് മാലോകരെ അറിയിക്കാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടിയിട്ട്. നല്ല പണിയാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ സലഫിയത്തിൻ്റെ കുപ്പായിട്ടിട്ടും കാര്യമില്ല, ശിർക്കിൻ്റെ കൂടാരാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.